നിരവധി വിനോദസഞ്ചാരികൾ വരുന്ന ഒരു കേന്ദ്രമാണ് മൂന്നാറിലെ മാലിന്യ പ്രശ്നങ്ങളടക്കം തടയിടാൻ പഞ്ചായത്ത് ഒരു പുതിയ ലക്ഷ്യമിടുകയാണ്. ഹരിത ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിച്ച് പ്രവേശന ഫീസ് ഈടാക്കാനുള്ള ഒരു നടപടിയിലേക്ക് കിടക്കുകയാണ്. കാരണം ഇന്ന് അടിയന്തര യോഗമുണ്ട്. ഇനി എങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ? നമുക്ക് വർദ്ധിച്ചു വരുന്ന ഗതാഗതക്കുരുക്ക്, ഏറ്റവും വലിയ വിനോദസഞ്ചാര മേഖലയായ മൂന്നാറിലേക്ക് വരുന്ന വിനോദസഞ്ചാരികൾ ഏറെ ബുദ്ധിമുട്ടിലാക്കുന്ന ഗതാഗതക്കുരുക്ക്, അതോടൊപ്പം തന്നെ പഞ്ചായത്ത് നേരിടുന്ന ഏറ്റവും വലിയ വിഷയമാണ് മാലിന്യം സംസ്കരിക്കാനും അത് കളക്ട് ചെയ്യുന്നതിനും ഉണ്ടാകുന്ന പോരായ്മകൾ. ഈ രണ്ട് വിഷയവും പഞ്ചായത്തിന് ഗൗരവമായി എടുത്തുകൊണ്ട് പഞ്ചായത്ത് ഈ വിഷയം ചർച്ച ചെയ്തതിലൂടെ നമ്മൾ രണ്ട് കാര്യമായിട്ട് മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, ഹരിത ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിക്കുക. അത് മൂന്നാർ ഒരു ഹബ്ബായി മാറിയതുകൊണ്ട് തൊട്ടടുത്ത പഞ്ചായത്തായ ദേവികുളം പഞ്ചായത്തിനെയും കൂടെ സഹകരിപ്പിച്ചുകൊണ്ട് അവരെയും യോഗം വിളിച്ചുകൊണ്ട് ദേവികുളം പഞ്ചായത്തും മൂന്നാർ പഞ്ചായത്തും സംയുക്തമായിട്ട് നടപ്പാക്കാനുള്ള ഉദ്ദേശിച്ചിട്ടുള്ളതാണ് ഹരിത ചെക്ക് പോസ്റ്റുകൾ. ഹരിത ചെക്ക് പോസ്റ്റ് എന്ന് പറയുമ്പോൾ ദേവികുളം പഞ്ചായത്തിന്റെ കവാടം എന്ന നിലയിൽ സിഗ്നൽ പോയിന്റ് ആണെങ്കിൽ പോലും ടോൾ പ്ലാസ അവിടെ ഉള്ളതുകൊണ്ട് അവിടെ ഒരു ഹരിത ചെക്ക് പോസ്റ്റ് വാഹനങ്ങൾ കഴിഞ്ഞാൽ ആ മേഖലയിൽ നിന്ന് വരുന്നതാണ്. പള്ളിവാസൽ പഞ്ചായത്തിൽ നിന്ന് വരുന്ന വാഹനങ്ങളെ നമ്മൾ ഹെഡ് വർക്സ് ഡാമിൻ്റെ അവിടെ, അതുപോലെ മറയൂർ പഞ്ചായത്തിൽ നിന്ന് വരുമ്പോൾ ഇപ്പോൾ തന്നെ ചിന്നാർ നമ്മുടെ ചട്ടമന്നാർ ഫോറസ്റ്റ് വനവകുപ്പിന്റെ ചെക്ക് പോസ്റ്റ് ഉണ്ട്. അപ്പോൾ അവിടെ തന്നെ ഹരിത ചെക്ക് പോസ്റ്റും കൂടെ സ്ഥാപിച്ചുകൊണ്ട് ബോധവൽക്കരണവും വിനോദസഞ്ചാരികൾക്ക്, അതോടൊപ്പം തന്നെ അവർ വരുന്ന മാലിന്യത്തിന് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള സഞ്ചി അടക്കമുള്ള സാധനങ്ങൾ കൊടുത്തുകൊണ്ട് ഒരു പ്രവേശന ഫീസ് ഈടാക്കും. അത് റേറ്റ് നിശ്ചയിക്കുന്നത് വിവിധ രാഷ്ട്രീയ പാർട്ടികളെയും സന്നദ്ധ സംഘടനകളെയും വിവിധ വകുപ്പുകളെ ഏൽപ്പിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട കളക്ടറോടും അതുപോലുള്ള നിയമോപദേശങ്ങൾ തേടിക്കൊണ്ട് നിയമവശങ്ങൾ ആരാഞ്ഞുകൊണ്ട് ചെയ്യുന്നതിനാണ് നമ്മൾ തീരുമാനിക്കുന്നത്. അപ്പോൾ ഇത് വരുമ്പോൾ രണ്ട് കാര്യങ്ങൾ നടക്കും. ഒന്ന്, മാലിന്യം കൃത്യമായിട്ട് തൊട്ടടുത്ത കേന്ദ്രങ്ങളിൽ ഒറ്റ സ്ഥലത്ത് എത്തിക്കിട്ടും. രണ്ടാമത്, നമുക്കൊരു പരിധിവരെ ഗതാഗത നിയന്ത്രണത്തിലും ഉണ്ടാകും. ഒരു ഡേറ്റാ ബേസ് നമുക്ക് കിട്ടും, ഏത് വാഹനമാണ് വരുന്നത് മൂന്നാറിലേക്ക് എന്നുള്ള വിഷയം കൂടി കിട്ടും. അപ്പോൾ ഒരു ഡേറ്റാ ബേസും കൂടി ഇതിനകത്ത് കിട്ടും എന്നുള്ളതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. രണ്ടാമത് നമ്മൾ നോക്കുന്നത് ഗതാഗതക്കുരുക്കിനെ നിയന്ത്രിക്കാൻ നമുക്ക് മൂന്നാറിന്റെ കപ്പാസിറ്റിക്ക് കൂടുതൽ വരുന്നുണ്ട്. അപ്പോൾ പഞ്ചായത്ത് ഭരണസമിതി ഇത് ആലോചിച്ചപ്പോൾ രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഇ പാസ് സംവിധാനം ഉണ്ടാക്കണം. ഇ പാസ് സംവിധാനം ഉണ്ടാക്കണമെങ്കിൽ തൊട്ടടുത്ത പഞ്ചായത്തുകളിലേക്ക് അവർക്ക് പോകാൻ കഴിയുകയില്ല. അത് ഉദ്ദേശിച്ചുകൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് തദ്ദേശീയരായ ആളുകൾ, ഇവിടെ ആയിരക്കണക്കിന് വരുന്ന ജീപ്പുകളും ഓട്ടോറിക്ഷ തൊഴിലാളികളും ഒക്കെ ഉണ്ട്, അവർക്കൊരു തൊഴിലും കിട്ടണം. ഇപ്പോൾ വരുന്നതെന്ന് വെച്ചാൽ KSRTC ഉൾപ്പെടെ അതുപോലെ വലിയ വലിയ കമ്പനികളുടെ സ്വകാര്യ ബസ്സുകൾ വന്നാണ് ഗതാഗത കുരുക്കുകൾ ഏറ്റവും ഉണ്ടാക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ സീസൺ ഉത്സവകാലങ്ങളിൽ അല്ലെങ്കിൽ അവധിക്കാലങ്ങളിൽ വരുന്ന ഇത്തരത്തിലുള്ള വരുന്ന വാഹനങ്ങൾ ലക്ഷ്മി റൂട്ടിലും അതുപോലെ തന്നെ മാട്ടുപ്പെട്ടി റൂട്ടിലും അതുപോലെ തന്നെ മറയൂർ റൂട്ടിലും പൂർണ്ണമായി നിരോധിച്ചുകൊണ്ട് ആ ബസ്സിൽ വരുന്ന യാത്രക്കാർക്ക് പഞ്ചായത്തും നിശ്ചയിക്കുന്ന തുകയ്ക്ക്, അത് ഡ്രൈവർമാരോട് ആലോചിച്ചിട്ട്, ഒരു ഉദാഹരണത്തിന് മാട്ടുപ്പെട്ടിക്ക് ഇത്ര രൂപ ഇത്ര മണിക്കൂറിന് അവർ പറയുന്ന റേറ്റ് ആണെങ്കിൽ ആ റേറ്റിലേക്ക് വരുന്ന ആളുകളെ മാറ്റി അവരുടെ കയ്യിൽ സഞ്ചിയും കൊടുത്തു വിട്ട് കഴിഞ്ഞാൽ ആ വേസ്റ്റും ഇവിടെ ഒരു പ്രീപെയ്ഡ് കൗണ്ടറിൽ എത്തും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പഞ്ചായത്തിന് ചെറിയ നാമമാത്ര വരുമാനം, പക്ഷെ ഇതൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് മാറും. ഗതാഗത കുരുക്കിൽ ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാൻ കഴിയും. ഇത് കുറച്ചുകൂടി, ഇപ്പം ഞാൻ പറയുന്നത് ഇതൊരു ആശയമാണ്, ഇത് പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആശയമാണ്. ഇനി ഇത് യാഥാർത്ഥ്യമാക്കണമെങ്കിൽ കുറെ കൂടി കടമ്പകൾ കിടക്കാറുണ്ട്. നിയമവശങ്ങൾ ആലോചിക്കണം, അതിൽ വേണ്ടത്ര മുന്നൊരുക്കങ്ങൾ നടത്തണം. അപ്പൊ അത് ഞങ്ങൾ ഉദ്ദേശിച്ചത് വരുന്ന ഓണ അവധിക്കാലത്തെങ്കിലും ഇത് നടപ്പിലാക്കാൻ കഴിയുമെന്നാണ് ഞങ്ങൾ അതിനുള്ള വർക്കുകളായിട്ട് പഞ്ചായത്ത് കണ്ടതിന് പാസ്സാക്കി തീരുമാനം കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നത്. നിലവിൽ ഹരിത ചെക്ക് പോസ്റ്റ് തുടങ്ങിയിട്ട് ഇപ്പോൾ പ്രവർത്തനരഹിതമാണ് ഹെഡ് ഹൗസ് ഡാമിന്റെ അടുത്ത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഹരിത ചെക്ക് പോസ്റ്റ് സ്ഥാപിച്ചാൽ തന്നെ വരുന്ന വാഹനങ്ങളിൽ നിന്ന് ഈ പിരിവ് എടുക്കാൻ, ഈ പ്രവേശന ഫീസ് ഈടാക്കുമ്പോൾ അത് വലിയ ഗതാഗതക്കുരുക്കിന് കാരണമാവില്ലേ? ഇല്ല, അതാണ് ഇത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കേണ്ടത്. ഇപ്പൊ ഞാൻ പറയുന്നത് ഞങ്ങൾക്ക് ഉള്ള ടെക്നിക്കൽ എക്സ്പെർട്ട് അല്ല. ഞങ്ങൾ ഇതിനെക്കുറിച്ച് പഠിക്കാൻ NHയും PWDയും അതുപോലെ തന്നെ ഉള്ള ഡിപ്പാർട്ട്മെന്റുകൾ ഇന്നലെ കളക്ടറുമായിട്ട് ഈ വിഷയം ബഹുമാനപ്പെട്ട കളക്ടറോട് സംസാരിച്ചിട്ടുണ്ട്. അതൊന്ന് ആലോചിച്ച് ഇതിനും ഇപ്പൊ ഹൈവേ വരുന്നതോടുകൂടി ഈ വാഹനങ്ങൾ നമുക്ക് പാസ് ചെയ്ത് വിടാം, ലോക്കൽ വാഹനങ്ങൾക്ക് അതിൽ പോവാം. ഇപ്പൊ എല്ലാ സ്ഥലങ്ങളും ഇപ്പൊ നമ്മൾ എവിടെ ചെന്നാലും, ഇപ്പൊ രാമേശ്വരത്ത് പോയാലും വേളാങ്കണ്ണി പോയാലും പഴനി പോയാലും എല്ലാ സ്ഥലങ്ങളിലും ഇത്തരം പ്രവേശന ഫീസ് ഉണ്ട്.
അപ്പൊ മാത്രമല്ല കാന്തല്ലൂരിൽ ഇപ്പൊ നടക്കുന്നുണ്ട്, യാഥാർത്ഥ്യമായി നടക്കുന്നുണ്ട്. അപ്പം അതൊരു സിസ്റ്റമാറ്റിക് വരുമ്പോഴേക്ക് വിനോദസഞ്ചാരികൾക്ക് വിഷയമൊന്നുമില്ല. അവർക്കൊരു ഡേറ്റാബേസ് കിട്ടുകയും ചെയ്യും, അവർക്ക് സഞ്ചിയും കൊടുക്കും, വേസ്റ്റ് തിരിച്ചു കിട്ടും. അപ്പൊ എല്ലാ വിധത്തിലും ഒരു ശാശ്വത പരിഹാരം. ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ആ ബുദ്ധിമുട്ടുകൾ എങ്ങനെ മറികടക്കണം എന്നുള്ളത് ആലോചിക്കാനാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടി ഇതിന്റെ എക്സ്പെർട്ട് ആയിട്ടുള്ള ടെക്നിക്കൽ എക്സ്പെർട്ട്, ശുചിത്വ മിഷൻ തുടങ്ങി ഇതിന്റെ ബന്ധപ്പെട്ട എല്ലാ ഡിപ്പാർട്ട്മെന്റുകളെയും നമ്മൾ ഏകോപിപ്പിച്ച് കൊണ്ടുപോകുന്നതിനാണ് ഇന്നത്തെ തീരുമാനമെടുത്തത്. പഞ്ചായത്തിന്റെ ഭരണസമിതി പൂർണ്ണ പിന്തുണ തന്നുണ്ടോ? അതെ, അതേ ഉണ്ടല്ലോ. ഇപ്പോൾ എല്ലാ അംഗങ്ങളും ഇതിൽ ഭൂരിപക്ഷം കമ്മിറ്റിയിൽ പങ്കെടുത്ത അംഗങ്ങളുണ്ട്. ഇന്ന് ഒരു അംഗം മാത്രമാണ് വരാതിരുന്നത്, അവധി. ബാക്കി 19 അംഗങ്ങൾ കൂടിയെടുത്ത തീരുമാനമാണ്. ആശയം കൊണ്ടുവരികയാണെങ്കിൽ അത് പൂർണ്ണമായി വിജയിപ്പിക്കാനുള്ള പ്രതീക്ഷയാണ്. തീർച്ചയായിട്ടും എല്ലാവരും സഹകരണം ഉണ്ടെങ്കിൽ, നിങ്ങൾ മാധ്യമ സുഹൃത്തുക്കളടക്കം ഈ നാട്ടിലെ നല്ലവരായ കച്ചവടക്കാരും അതുപോലെ തന്നെ വാഹനം ഓടിക്കുന്ന ഡ്രൈവർമാർ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും ഉള്ള ഒരു പ്രയോജനമുള്ള കാര്യമായതുകൊണ്ട് എല്ലാവരും അതിനോട് സഹകരിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ. പ്രത്യേകിച്ച് ഇപ്പോഴുള്ള ജില്ലാ ലെവലിലുള്ള ഉദ്യോഗസ്ഥന്മാരായാലും ബഹുമാനപ്പെട്ട കളക്ടർ അടക്കം ഇതിലൊക്കെ നല്ല ഇൻട്രസ്റ്റ്, നല്ല സമീപനമാണ് നമ്മളോട് കാണിക്കുന്നത്. പുതിയ മാറ്റത്തിന് തുടക്കമായിട്ട് മൂന്നാറിലേക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ ഞങ്ങൾ അത്രയാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. മുന്നായിട്ട് പ്രാബല്യത്തിൽ വരുമോ? വരുത്താനുള്ള ശ്രമമാണ് ഞങ്ങൾക്ക്, പരിശ്രമമാണ്. അതിനുള്ള തുടക്കം ഇന്ന് കുറിച്ചിട്ടുണ്ട്. ഈ തുടക്ക നിലയിൽ ഇതിനെ ഒരു ഫോളോ അപ്പ് ഉണ്ടാക്കാനുള്ള വേണ്ടിയിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത്. തുടരെ ഞങ്ങൾ കമ്മിറ്റി കൂടി ഓരോ ചർച്ചകൾ നടത്തി എല്ലാവരുടെയും ആശയങ്ങളും എല്ലാവരുടെയും അഭിപ്രായങ്ങൾ തേടിക്കൊണ്ട് അത് ഏകീകരിച്ചുകൊണ്ട് അത് നിയമവശം കൂടി പരിശോധിച്ചിട്ട് ഞങ്ങൾ ചെയ്യുള്ളൂ. കളക്ടർ ഇന്നലെ ബന്ധപ്പെട്ടിരുന്നു ഗൂഗിൾ മീറ്റിൽ. അപ്പോൾ കളക്ടർ അത് രണ്ടാഴ്ച അവധിയാണ്. അപ്പോൾ വന്നു കഴിഞ്ഞാൽ കളക്ടറെ കൊണ്ട് ഉദ്യോഗസ്ഥന്മാരുടെ യോഗം വിളിക്കും. ഇപ്പുറത്ത് മറുഭാഗത്ത് ഭരണസമിതിയുടെ യോഗം ചേരും. ഡ്രൈവർമാരെ വിളിക്കും, അവരുടെ അഭിപ്രായങ്ങൾ തേടും. രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരെ വിളിക്കും, അവരുടെ അഭിപ്രായങ്ങൾ തേടും. സന്നദ്ധ സംഘടനകളെ വിളിക്കും, പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സിനെ വിളിക്കും, വലിയ ബസ്സുകളുടെ ഓപ്പറേറ്റേഴ്സിനെ വിളിക്കും, അവരുടെ അഭിപ്രായങ്ങൾ തേടും. ഇതെല്ലാം ഒരു റൊട്ടീൻ വർക്കായിട്ട് അങ്ങ് പോകും. നിലവിൽ ഹരിത ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിച്ച് മൂന്നാറിലെ മാലിന്യക്ഷേമം തടയുന്നതിനൊപ്പം തന്നെ ഗതാഗത കുരുക്കും തടയിടാൻ തന്നെയാണ് പഞ്ചായത്തിന്റെ ലക്ഷ്യം. ഏതായാലും ജില്ലാ ഭരണകൂടത്തിന്റെ അനുവാദം ലഭിച്ചാൽ തന്നെ ഉടൻ തന്നെ ഇത്തരത്തിൽ ഈ ഹരിത ചെക്ക് പോസ്റ്റും അതോടൊപ്പം തന്നെ ഗതാഗത കുരുക്ക് തടയാനുള്ള എല്ലാ നടപടികളുമായി പഞ്ചായത്ത് മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. ക്യാമറമാൻ AP രാജയ്ക്കൊപ്പം ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.